ഇന്ന ഹാദൽ ഖുർആന, തീർച്ചയായും ഈ ഖുർആൻ, യഖുസ്സു, അത് വിവരിച്ചു കൊടുക്കുന്നു, അലാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ മക്കൾക്ക്. എന്തിനെ വിവരിച്ചു കൊടുക്കുന്നത്? അക്സറ, ധാരാളം കാര്യങ്ങള്, അല്ലദീ, അങ്ങനത്തെ കാര്യങ്ങൾ, ഹും, അവർ, ഫീഹി, ആ കാര്യത്തിലൊക്കെ, യഖ്തലിഫൂന, ഒരു ഭിന്നതയിലാണ്. അപ്പൊ ഭിന്നത പിന്നെന്തിനാ നിങ്ങൾ ഭിന്നിക്കുന്നത്? ഇതാ നിങ്ങൾ ഈ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള തീർപ്പാണിതാ കേട്ടോളൂ എന്ന് പറഞ്ഞു ഖുർആൻ എത്ര ഇടങ്ങളിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവരംഗീകരിക്കാൻ തയ്യാറായില്ല. എന്താ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിൻ്റെ കാരണം എന്നറിയോ? വഇന്നഹു ലഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആൻ കൊണ്ട് എല്ലാവർക്കും ഒന്നും ഹിദായത്ത് കിട്ടൂല. വഇന്നഹു, തീർച്ചയായും ഈ ഖുർആൻ, ലഹുദൻ, അത് മാർഗദർശനമാണ്. ഈ ഖുർആൻ എന്താണ്? മാർഗദർശനമാണ്. വറഹ്മത്തുൻ, അത് കാരുണ്യവുമാണ്. ഈ ഖുർആൻ ഹുദയാണ്, റഹ്മത്തുമാണ്. ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്, ഈമാനുള്ളവർക്ക് ഇത് ഉപകരിക്കുള്ളൂ. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, അപ്പൊ ഖുർആൻ പിന്നെ ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞിട്ടില്ലേ? ജനങ്ങൾക്ക് മാർഗദർശനമാണ്. ഇവിടെ ഹുദൽ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് പറയാം. രണ്ടും വൈരുദ്ധ്യമൊന്നുമില്ല. ഒന്ന്, സന്മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ള ഗ്രന്ഥാണിത്. അതാണ് ഹുദൽ ലിന്നാസ് എന്ന് പറയാം, എല്ലാവർക്കുമാണ്. എന്നാൽ അതുകൊണ്ട് ഉപകാരം കിട്ടുക ആർക്ക് മാത്രമേ ഉള്ളൂ? വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്ക് കിട്ടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, ഇന്നഹു ലഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കിത് കാരുണ്യമാണ്, മുഅ്മിനീങ്ങൾക്കിത് അനുഗ്രഹമാണ്. അല്ലാത്തവരിത് എത്ര പാരായണം ചെയ്താലും അവനക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുകയില്ല. അതുകൊണ്ട് ഖുർആനിനെ നമുക്ക് റഹ്മത്താക്കി മാറ്റിത്തരണേ, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി മാറ്റിത്തരണേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഖുർആൻ ഓതുന്ന എത്രയോ ആളുകളുണ്ട്, ആ ഖുർആൻ അവരുടെ ഹൃദയത്തിലേക്ക് അല്പം പോലും ഇറങ്ങൂല. അവരുടെ പാരായണങ്ങൾ തൊണ്ടയിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അങ്ങനെ കുറേ പാരായണക്കാരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യഖറഊനൽ ഖുർആന, അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അത് അവരുടെ ഖനാജറുകൾ വിട്ട് താഴോട്ടിറങ്ങുകയില്ല എന്നാണ്. അവരുടെ തൊണ്ടക്കുഴി വിട്ടത് താഴോട്ടിറങ്ങൂല. കേവലം നാവുകൊണ്ടുള്ളൊരു പാരായണമായിരിക്കും, മനസ്സിലേക്ക് അത് യേശൂല. അത്തരക്കാരിൽ നമ്മൾ പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഇതൊക്കെ എല്ലാവരും പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. കുറേ ആളുകൾക്ക് അറിയാമായിരിക്കും, അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയൊക്കെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വലിയ ടെൻഷൻ വന്ന് പറഞ്ഞതാണ്, വല്ലാത്ത മനസ്സിൻ്റെ വിഷമവും സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന് വല്ലാതെ മനസ്സിൻ്റെ പിരിമുറുക്കമുണ്ടായി, മനസ്സ് വല്ലാതെ ടെൻഷനിൽ അകപ്പെടുമ്പോൾ ഈ പ്രാർത്ഥനയങ്ങ് ചൊല്ലിയാൽ അവൻ്റെ ഹമ്മും അവൻ്റെ മനക്ലേശവും അവൻ്റെ മനസ്സിൻ്റെ ഇടുക്കവുമൊക്കെ നീക്കി അള്ളാഹു അവൻ്റെ ഹൃദയത്തിന് നല്ല സന്തോഷവും സമാധാനവും പകരം കൊടുക്കാതിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. നമ്മളിങ്ങനെ ആൾക്കാരോട് എന്താണെന്നറിയില്ല, മനസ്സിനൊരു സുഖമില്ല എന്നൊക്കെ പറയുന്നതിനേക്കാൾ നമ്മളിതൊക്കെ പഠിക്കുക. മനസ്സിന് സുഖമില്ല എന്ന് തോന്നുമ്പോൾ വളരെ റാഹത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സുരുകി ഇതൊക്കെ പറയുക. ഒരടക്കം കിട്ടും, ഒരു സമാധാനം കിട്ടും. നമ്മളൊരാളോട് നമ്മുടെ സ്നേഹിതനോട് നമ്മുടെ മനസ്സിങ്ങനെ വിങ്ങുമ്പോൾ കുറേ കാര്യം പറയുമ്പോൾ കുറേ ആശ്വാസം കിട്ടില്ലേ, അതിലപ്പുറം കിട്ടും. അള്ളാഹിനോട് ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലോണം അള്ളാഹുവിലേക്ക് കണ്ട് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ആരും കാണാതെ അങ്ങോട്ട് പറയാൻ, ഇതൊക്കെയാണ് മനസ്സറിഞ്ഞ് പറയുമ്പോൾ ആ ഭാരമൊക്കെ അങ്ങനെയാണ് കുറഞ്ഞാണ് പോവും. അങ്ങനെയാണ് ഈ ദിക്റ് കൊണ്ട് മനസ്സിന് വലിയ ആശ്വാസം കിട്ടും എന്നൊക്കെ പറയണത്. അപ്പം അതൊക്കെ നമ്മൾ അറിഞ്ഞു പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയണം. അല്ലെങ്കിൽ നമ്മുടെ നാവ് മാത്രമേ പങ്കെടുക്കുള്ളൂ. നമ്മുടെ ഹൃദയം കൂടി ദിക്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ അർത്ഥം പറഞ്ഞ് ആശയം പഠിച്ച് നമ്മൾ പറയണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രയോഗരംഗത്ത് ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധമായ ഖുർആൻ കൊണ്ട് സന്മാർഗവും അത് കാരുണ്യവുമൊക്കെയായി തീരുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്